സുരേഷ് ഗോപിയോട് തൃശൂരിൽ തോറ്റ കെ മുരളീധരനെ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്ത് കെ സുരേന്ദ്രൻ. മുരളീധരൻ ഇനി ജയിക്കണമെങ്കിൽ ബി.ജെ.പിയിൽ വരണമെന്ന് 24-ന്റെ ആൻസർ പ്ലീസിൽ കെ സുരേന്ദ്രൻ പറഞ്ഞു. സുരേഷ് ഗോപി ജയിക്കാൻ തൃശൂരിൽ ബി.ജെ.പി 56,000 വോട്ടുകൾ പുതുതായി ചേർത്തുവെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. അന്നേ പറയുന്നുണ്ടായിരുന്നു മുരളീധരൻ എത്താൻ സാധ്യതയുണ്ടെന്ന്. മുരളീധരൻ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവുമായി വലിയ ഉടക്കിലാണ്. സാധ്യതയുണ്ടോ? ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് കാര്യം പറഞ്ഞിരുന്നു. മുരളീധരൻ തൃശ്ശൂരിൽ 3-ാം സ്ഥാനത്താവും. ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ ജയിക്കണമെങ്കിൽ ബി.ജെ.പിയോടൊപ്പം വരേണ്ടി വരും. തൃശ്ശൂരിൽ ദയനീയമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന കെ മുരളീധരനെ ബി.ജെ.പി ലക്ഷ്യമിടുകയാണ്. ഇനി ജയിക്കണമെങ്കിൽ കെ മുരളീധരൻ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ വരണമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ഇത് ബി.ജെ.പിയുടെ കൃത്യമായ നിലപാടാണ്. കോൺഗ്രസിൽ നിന്നു മാത്രമല്ല CPM-ൽ നിന്നും നിരവധി നേതാക്കൾ ബി.ജെ.പിയിലേക്ക് എത്തുമെന്നും സുരേന്ദ്രൻ വെളിപ്പെടുത്തി. ചില നേതാക്കളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും സുരേന്ദ്രൻ പറയുന്നു. അതിപ്പം 2024 ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സർക്കാർ വന്നതിന് ശേഷം ധാരാളം ആൾക്കാർ ഇനിയും ബി.ജെ.പിയിലേക്ക് വരും. CPM ഒന്നുണ്ടാവും? എല്ലാ പാർട്ടികളിൽ നിന്നുണ്ട്. CPM അണികൾ എത്ര കൂട്ടത്തോടെ ഒഴുകി ഇങ്ങോട്ട് വന്ന് നേതാക്കൾ വരാനുള്ള സാധ്യത. പിണറായി വിജയൻ്റെ ബൂത്തിലെ ബി.ജെ.പിക്ക് എത്ര വോട്ട് കൂടിയെന്ന് നിങ്ങൾക്ക് അറിയാലോ. പിണറായി വിജയൻ്റെ ബൂത്തിൽ. അതേസമയത്ത് ഞങ്ങളെ ആരുടെയും ബൂത്തിൽ CPM-ന് വോട്ട് കൂടിയിട്ടില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചാണ് ബി.ജെ.പി ആസൂത്രണം ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും കൂടുതൽ കേന്ദ്രമന്ത്രിമാർ ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിന് ആവശ്യപ്പെടാതെ തന്നെ കിട്ടുമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ മറുപടി. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബി.ജെ.പിക്ക് ലഭിച്ചില്ലെങ്കിലും ക്രിസ്ത്യൻ വോട്ടുകൾ വൻതോതിൽ പോൾ ചെയ്തു എന്നും കെ സുരേന്ദ്രൻ പറയുന്നു. തൃശ്ശൂരിലെ വിജയത്തിന് പിന്നിലുള്ള രഹസ്യവും കെ സുരേന്ദ്രൻ 24-ന്റെ ആൻസർ പ്ലീസിൽ വെളിപ്പെടുത്തി. അതേസമയം അവിടെ പാർട്ടി സംവിധാനം നിങ്ങളാരും കാണാത്ത അല്ലെങ്കിൽ പുറം ലോകം അറിയാത്ത വലിയ പരിശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. 56,000 പുതിയ വോട്ടർമാരെ അവിടെ ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലും അത്രയും വോട്ടർമാർ. ഞാൻ ആ ജില്ലാ ഘടകത്തെ ഞങ്ങൾ എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെ ഞങ്ങൾ നടത്തിയിരുന്നു. ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി. തൃശ്ശൂർ മണ്ഡലത്തിൽ ബി.ജെ.പി 56,000 വോട്ടുകൾ ചേർത്തുവെന്നതാണ് കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയത്. ഇത് മറ്റു മണ്ഡലങ്ങളിൽ നിന്നും മാറ്റി ചേർത്തതാണോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല. ദേശീയ തലത്തിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയുണ്ടായപ്പോഴും കേരളത്തിൽ അക്കൗണ്ട് തുറന്ന സാഹചര്യത്തെ കൃത്യമായി ഉപയോഗിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്.